Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിൻ്റെ ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യമാണ്. വോളിയം 7 കാര്യമാണ്. അതിൽ ശീല പ്രഭുപാദ് സിയാറ്റിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അമേരിക്കയിൽ സിയാറ്റിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ടായിരുന്ന സമയത്തുള്ളതാണ്. അന്നത്തെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ശീല പ്രഭുപാദ് ഈവനിങ് ഒരു ക്ലാസ് കൊടുക്കും. ക്ലാസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം റെസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ആ ക്ലാസ്സിന് ശേഷം ചെറിയ ഫ്രൂട്ട്സ് എങ്ങാനും കട്ട് ചെയ്ത് പ്രസാദമായിട്ട് കൊടുക്കും. അതിനുശേഷം രാത്രി എല്ലാവരും ചൂട് പാല് മാത്രമാണ് കുടിക്കുന്നത്. ഗസ്റ്റുകളും അവിടെ ഡിസൈപ്പിൾസും എല്ലാം അങ്ങനെ ചെയ്യും. അപ്പം എല്ലാവരും ആ ചൂട് പാൽ, പ്രഭുപാദ് ക്ലാസ് കഴിഞ്ഞ് പ്രഭുപാദ് റൂമിലേക്ക് പോയതിന് ശേഷം എല്ലാവരും ചൂട് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒക്ടോബർ 6, 1968 നടന്ന ഒരു ദിവസമാണ്. അപ്പം അന്ന് എല്ലാവരും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭുപാദ് തിരിച്ചിറങ്ങി വന്നു. പക്ഷെ പ്രഭുപാദ് ഇറങ്ങി വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ മുഖം വളരെ ഗൗരവത്തിലായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രഭുപാദിനെ കണ്ടപ്പോൾ അദ്ദേഹം നമസ്കരിച്ചു. എല്ലാവരും നമസ്കരിച്ചു. എന്നിട്ട് പ്രഭുപാദ് നേരെ വ്യാസാസനത്തിലേക്ക് കയറിയിരുന്നു. അപ്പം കൂടെ വന്ന സെർവന്റ് കാർത്തികേയ, അദ്ദേഹം വന്നിട്ട് മൈക്കൊക്കെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് പ്രഭുപാദ് കീർത്തൻ ചെയ്യാൻ തുടങ്ങി, വന്ദേഹം ശ്രീ ഗുരു എന്നുള്ള. അത് ഏകദേശം 30 മിനിറ്റോളം അദ്ദേഹം കീർത്തൻ ചെയ്തു. എല്ലാവരും ശ്രദ്ധയോടെ എന്താ പെട്ടെന്ന് പ്രഭുപാദ് ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പോയി തിരിച്ചു വന്നതെന്ന് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പ്രഭുപാദ് എന്തോ പറയുന്നതെന്ന്. അങ്ങനെ 30 മിനിറ്റ് കീർത്തൻ കഴിഞ്ഞതിന് ശേഷം പ്രഭുപാദ് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ടെലഗ്രാം കിട്ടി. എൻ്റെ സന്യാസ ഗുരു ഭക്തിപ്രജ്ഞ കേശവ മഹാരാജ്, അദ്ദേഹം ഈ ഹലോഹവാസം വിട്ടു, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പോയി എന്നുള്ള ഒരു ടെലഗ്രാം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടെ ഞാനൊരു പോയം, ഒരു പദ്യം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇവിടെ വായിക്കാം. നമുക്ക് എല്ലാവർക്കും അത് സൈൻ ചെയ്യാം. സൈൻ ചെയ്തതിന് ശേഷം നമുക്ക് നാളെ തന്നെ അത് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പ്രഭുപാദ് പറഞ്ഞതിന് ശേഷം പ്രഭുപാദ് സംസാരിക്കാനായിട്ട് തുടങ്ങി. പ്രഭുപാദ് പക്ഷെ ആ സംഭാഷണത്തിൽ കൂടുതലും തന്റെ ഗുരുവായ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രഭുപാദ് എഴുതിയ ശ്ലോകത്തിന്റെ വൈരാഗ്യ വിദ്യ നിജഭക്തി യോഗം എന്ന് പറഞ്ഞാണ് ആ ശ്ലോകം തുടങ്ങുന്നത്. റിനൗൺസിയേഷൻ പെർഫെക്ഷൻ ആണ് ഭക്തിയോഗം എന്ന് പറഞ്ഞ് പറയുന്ന ഇതിലിങ്ങനെ പറഞ്ഞു. പ്രഭുപാദ് പറയുന്നു, ഞാൻ ഗൃഹസ്ഥനായിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ ആധ്യാത്മിക ഗുരു വന്നിട്ട് നീ സന്യാസം എടുക്കണം എന്നിങ്ങനെ നിർബന്ധിക്കുമായിരുന്നു. 1, 2 വട്ടം അതിങ്ങനെ സ്വപ്നത്തിൽ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്കന്ന് 3 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെയും വിട്ടുവരാനായിട്ട് എനിക്ക് മടിയുണ്ടായിരുന്നു. പക്ഷെ 2, 3 വട്ടം പ്രഭുപാദിന്റെ ഡ്രീമിൽ ഈ ആധ്യാത്മിക ഗുരു വന്നു പറഞ്ഞു. അങ്ങനെയാണ് പ്രഭുപാദ് ഈ വീട് വിട്ട് ഇറങ്ങുന്നത്. പക്ഷെ അദ്ദേഹം സന്യാസം എടുത്തില്ല, വാനപ്രസ്ഥ ആശ്രമത്തിലായിരുന്നു ഇരുന്നത്. പക്ഷെ എൻ്റെ ഈ ഗുരു, അതായത് പ്രഭുപാദിന്റെ ഗോഡ് ബ്രദർ തന്നെയാണ് ഭക്തിപ്രജ്ഞ കേശവ മഹാരാജ്. അപ്പം നമുക്ക് സന്യാസം എടുക്കുന്ന വേറൊരു സന്യാസിയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ഭൂമിയിൽ നിന്ന് പോയി. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഈ ഭക്തിപ്രജ്ഞ കേശവ മഹാരാജ് ഉണ്ട്. അപ്പൊ മഹാരാജ് പ്രഭുപാദിനോട് വന്നിട്ട് പറയും, ഭക്തിവേദാന്ത പ്രഭു അങ്ങ് സന്യാസം എടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും, വീണ്ടും പറയും. അപ്പം എന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞിട്ട് കരയാനായിട്ട് തുടങ്ങി. എൻ്റെ ആധ്യാത്മിക അത്രത്തോളം എനിക്ക് കാരുണ്യമാണ്. അദ്ദേഹം എൻ്റെ ഈ ഗോഡ് ബ്രദറിലൂടെ എനിക്ക് ആ ഒരു കാരുണ്യം തന്നു എന്നിങ്ങനെ പറഞ്ഞ് കരയാൻ കുറച്ചു നേരം വേർഡ്സ് ചോക്ഡായി, പറയാനായിട്ട് പറ്റാതെ വന്നു. എന്നിട്ട് ഭക്തിപ്രജ്ഞ മഹാരാജ് പറഞ്ഞു, അങ്ങ് സന്യാസം എടുക്കണം, കാരണം ഒരു പ്രീച്ചർ ആവണമെങ്കിൽ റിനൗൺസ്ഡ് ഇതിലായാൽ മാത്രമേ ലോകം അംഗീകരിക്കുന്ന ഒരു പ്രീച്ചറായിട്ട് മാറാൻ പറ്റൂ. അങ്ങനെ അദ്ദേഹം നിർബന്ധിച്ചു. പ്രഭുപാദ് പറയുന്നത് തന്റെ ആധ്യാത്മിക ഗുരു ഈ ഒരു ഭക്തിപ്രജ്ഞ കേശവ മഹാരാജിലൂടെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നിർബന്ധിച്ചിട്ട് പ്രഭുപാദ് അതിന് പ്രകാരമാണ് പ്രഭുപാദ് സന്യാസം എടുത്തത്. ആ സന്യാസം എടുത്തപ്പോൾ തന്നെ
ആ ദിവസം ഈ എടുത്ത കാൻഡിഡേറ്റ്സ് എല്ലാം സംസാരിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. അന്ന് ചുറ്റും കൂടിയിരിക്കുന്ന ലിസണേഴ്സ് എല്ലാം ബംഗാളീസ് ഒക്കെയാണ്. പക്ഷെ ഭക്തിപ്രജ്ഞ കേശവ മഹാരാജ് പ്രഭുപാദിനോട് ഇംഗ്ലീഷിൽ ലെക്ചർ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം അതും ഒരു ഗുരുവിന്റെ നിയോഗമായിട്ടാണ് പ്രഭുപാദ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ഇത്രയും എന്നോട് കാരുണ്യം കാണിച്ച ഈ മഹാരാജ് ഇപ്പോൾ ദേഹം ഉപേക്ഷിച്ചിട്ട് തിരിച്ച് കൃഷ്ണന്റെ ലോകത്തിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രഭുപാദ് ഇത് പറഞ്ഞ് ഈ ശ്ലോകമൊക്കെ പറഞ്ഞിട്ട് പ്രഭുപാദ് നിർത്തി. എന്നിട്ട് ആ പേപ്പർ പ്രഭുപാദ് എഴുതിയ പോയം എഴുതിയ പേപ്പർ എല്ലാവർക്കും ഒപ്പിടാനായിട്ട് കൊടുത്തു. അപ്പോൾ ശിഷ്യന്മാരെല്ലാം ഒപ്പിട്ടു. അപ്പം അവര് ഗസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റിന് കൊടുത്തില്ല ഈ പേപ്പർ. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, അല്ല എല്ലാവരും ഒപ്പിടണം, എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം വിറ്റ്നസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് എല്ലാം ഒപ്പിട്ട് അവസാനം പ്രഭുപാദിന്റെ സെർവന്റ് കാർത്തികേയൻ അദ്ദേഹമാണ് ലാസ്റ്റ് ഒപ്പിട്ടത്. അപ്പൊ അതിനകത്ത് സരസ്വതി മഹാരാജ് പറയുന്ന പ്രഭുപാദ് വളരെ ശ്രദ്ധാപൂർവം ഈ വ്യാസാസനത്തിൽ ഇരുന്നിട്ട് ആ കാർത്തികേയൻ ഒപ്പിടുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, താഴേക്ക് നോക്കി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സരസ്വതി മഹാരാജ് ആ ഒരു പാസ് ടൈം പറഞ്ഞു നിർത്തുന്നു. അപ്പൊ അതില് മഹാരാജ് പറയുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഗുരുവിന്റെ കാരുണ്യമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഗുരുവിന്റെ കാരുണ്യമായിട്ട് എങ്ങനെയാണ് ഗുരു തന്നെ നയിക്കുന്നതെന്ന് ഒരു പരിശുദ്ധ ഭക്തന് കാണാൻ പറ്റും. അതാണ് ഭക്തിപ്രജ്ഞ കേശവ മഹാരാജ് പോയിട്ടും എപ്പോഴും കൂടുതലും ഗുരുവിനെ കുറിച്ചാണ് പ്രഭുപാദ് അവിടെ പറഞ്ഞത്. ഗുരുവിന്റെ കാരുണ്യം എങ്ങനെയാണ് തന്റെ ഗോഡ് ബ്രദറിലൂടെ തനിക്ക് വന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ അതിൽ ഇത് ഇങ്ങനൊരു പോയം എഴുതി ഈ ഇന്റർനാഷണൽ സൊസൈറ്റി കൃഷ്ണ കോൺഷ്യസിന്റെ സിയാറ്റിൽ ബ്രാഞ്ചിൽ വെച്ച് ഒക്ടോബർ 6, 1968 ഇങ്ങനൊരു പോയം എഴുതിയെന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ട് പിറ്റേ ദിവസം ടെലഗ്രാമായിട്ട് അയച്ചു. അതാണ് സരസ്വതി മഹാരാജ് പറഞ്ഞത്.